ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. 1993 സെപ്റ്റംബർ 28-ന് പാസ്സാക്കപ്പെട്ട ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് ഈ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത്. അറിഞ്ഞിരിക്കുക. ആസ്ഥാനം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മാനവ അധികാർ ഭവനാണ്. ന്യൂഡൽഹിയിലെ മാനവ അധികാർ ഭവനാണ്. പുതിയൊരു പേരുടെ കൊടുത്തിട്ടുണ്ട്. പേരാണ് പട്ടേൽ ഭവൻ. രണ്ടുപേരും പഠിച്ചു വെക്കുക. പുതിയ പേര് പട്ടേൽ ഭവൻ എന്നാണ്. ഓക്കെ, മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന കമ്മീഷനാണ് ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിഞ്ഞിരിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അംഗങ്ങളെ പുറത്താക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. 6 അംഗങ്ങളടങ്ങിയ ഒരു കമ്മിറ്റിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാനെയും തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നത്. ആരൊക്കെയും നോക്കാം നമുക്കത്. ഒന്ന്, പ്രധാനമന്ത്രിയാണ്. ഈ 6 അംഗങ്ങളടങ്ങിയ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ആര്? പ്രധാനമന്ത്രി. ഓക്കെ. രണ്ടാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി. 3, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്. ഒപ്പം തന്നെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവുണ്ട്. ലോകസഭയുടെ സ്പീക്കറുണ്ട്. 6ാമത്തെ അംഗമാണ് ആര്? രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ. അറിഞ്ഞിരിക്കുക, രാജ്യസഭയുടെ അധ്യക്ഷനല്ല, മറിച്ച് രാജ്യസഭയുടെ ഉപാധ്യക്ഷനാണ് 6ാമത്തെ അംഗം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 7 അനൗദ്യോഗിക അംഗങ്ങളുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. 7 പേരാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ഇവർ അംഗങ്ങളല്ല എന്നും അറിഞ്ഞിരിക്കുക. എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ, അധ്യക്ഷ. ഓക്കെ ആണല്ലോ. 2, ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ. ഓക്കെ ആണല്ലോ. പിന്നെ പറയുകയാണെങ്കിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഓക്കെ. 6ാമത്തെ എക്സ് ഒഫീഷ്യോ അംഗമാണ് ആര്? ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഓക്കെ ആണല്ലോ. അവസാനമായി പറയുകയാണെങ്കിൽ ദേശീയ അംഗവൈകല്യ കമ്മീഷൻ്റെ അധ്യക്ഷനും എക്സ് ഒഫീഷ്യോ മെമ്പറാണെന്ന് അറിഞ്ഞിരിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ്. ഇങ്ങനെ ഈ മാറ്റം വരുത്തിയത് 2019 ഭേദഗതിയിലൂടെയാണെന്ന് അറിഞ്ഞിരിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 5 അംഗങ്ങൾ ഉണ്ട്. അത് ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളുമാണെന്ന് അറിഞ്ഞിരിക്കുക. ഈ 5 അംഗങ്ങളിൽ 3 പേർക്ക് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കണം. ആ 3 പേരിൽ ഒരു വനിതയെങ്കിലും ഉണ്ടായിരിക്കുകയും വേണമെന്ന് അറിഞ്ഞിരിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ചെയർപേഴ്സൺ ആകുന്ന വ്യക്തിയുടെ യോഗ്യത എന്ന് പറയുന്നത് റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനായിരുന്നു ആര്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. രണ്ടാമത്തെ അധ്യക്ഷൻ PSC ചോദിച്ചിട്ടുണ്ട്. ആരാണ്? MN വെങ്കിട്ടച്ചെല്ലയ്യാണ് രണ്ടാമത്തെ അധ്യക്ഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണായ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് ആദ്യ മലയാളി. സുപ്രീം കോടതിയുടെ ആദ്യ മലയാളി ചീഫ് ജസ്റ്റിസും ഇദ്ദേഹം തന്നെ ആയിരുന്നു എന്ന് അറിഞ്ഞിരിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് ഫാത്തിമ ബീവി ആണെന്ന് അറിഞ്ഞിരിക്കുക. തെറ്റിപ്പോകരുത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ സൂക്ഷിക്കുക. ഇനി ഓർത്തിരിക്കുക, ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് മനുഷ്യാവകാശ നിയമം 2006-ലും 2019-ലും ഭേദഗതി വരുത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് ഭേദഗതി വരുത്തിയത് 2019-ലാണെന്നും അറിഞ്ഞിരിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. 2019-ലെ ഭേദഗതി ഉൾപ്പെടെയാണ് പഠിച്ചിരിക്കുന്നത്, മാറ്റങ്ങൾ ഉൾപ്പെടെയാണ് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഓരോ പോയിന്റും എടുത്ത് പഠിക്കണം. ഓക്കെ അല്ലോ. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.